ഈ ലീഗിന് വോട്ട് ചെയ്താൽ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും പുണ്യം ഉണ്ടാവും, അല്ലെങ്കിൽ നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ ലീഗിന് വോട്ട് ചെയ്യണം, ആ രീതിയിലൊക്കെ ചെറിയ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വർഗീയമായി ആളെ കൂട്ടാനുള്ള ശ്രമം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ബോധപൂർവ്വം ഉണ്ടാകുന്നുണ്ട്. ലീഗിൻ്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. എങ്ങനെ എനിക്ക് മനസ്സിലായില്ല. ചില പ്രസംഗങ്ങളിലൊക്കെ ചില നേതാക്കന്മാരൊക്കെ ഇപ്പോൾ കണ്ണൂരിൽ പ്രസംഗങ്ങളിലൊക്കെ ആൾക്കാർ പറയുന്നു, നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ ലീഗിന് വോട്ട് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ലീഗിന് വോട്ട് ചെയ്താൽ അത് ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലേക്കുള്ള പുണ്യം കൂടിയാണ്. അങ്ങനെ മതപരമായ കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ വർഗീയമായി ആളെ കൂട്ടാനുള്ളൊരു ശ്രമം. അതൊക്കെ ചില നേതാക്കൾ പ്രസംഗത്തിൻ്റെ ഒരു ആവേശത്തിന് വേണ്ടി പറയുന്നതാണ്. അത് ലീഗുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. ലീഗിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള നീക്കമല്ല, ആഖിറത്തിലേക്ക് ആളുണ്ടാക്കാനല്ല ലീഗ് ഭരണഘടന പറയുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഇവിടുത്തെ ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് എങ്ങനെ പുരോഗതി പ്രാപിക്കാൻ കഴിയും, ആ കാര്യങ്ങളാണ് ലീഗ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റൊക്കെ തിരഞ്ഞെടുത്തും ആ രീതിയിൽ തന്നെയാണ്. യെസ്, അത് അതാ പറഞ്ഞത്. രാജ്യം ഇന്ന് ആഗ്രഹിക്കുന്നത് ഒരു ദളിത് ന്യൂനപക്ഷ പിന്നോക്ക സംവിധാനമാണ്. രാജ്യം വർഗീയ ഫാസിസത്തിനെതിരെ ജനാധിപത്യപരമായിട്ട് ഇപ്പോൾ നമുക്ക് മുന്നേറണമെങ്കിൽ ഒരു ദളിത് ന്യൂനപക്ഷ പിന്നോക്ക ഐക്യം ഇവിടെ നിലവിൽ വരണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഒരു ജനറൽ സീറ്റിൽ തന്നെ ആ ഒരു പിന്നോക്ക സമൂഹത്തിൽപ്പെട്ട SC വിജയിച്ച സ്മിജി, അഡ്വക്കേറ്റ് സ്മിജിയെ നമ്മൾ വൈസ് പ്രസിഡൻ്റാക്കി.